ജൂൺ 8 പെന്തക്കുസ്ത തിരുനാൾ. പെന്തക്കുസ്ത എന്ന വാക്കിന് 50ാമത്തെ എന്നാണ് അർത്ഥം. പെസഹ സാബത്ത് കഴിഞ്ഞ് ആഘോഷിച്ചിരുന്ന കൊയ്ത്ത് പെരുന്നാളാണ് പെന്തക്കുസ്ത. ക്രൈസ്തവ സഭയിൽ ഉയർപ്പ് തിരുനാളും പെന്തക്കുസ്തയും ആരാധന വർഷത്തിലെ 2 പ്രധാന സന്ദർഭങ്ങളാണ്. പെസഹ കാലത്തിൻ്റെ ആദ്യവും അന്ത്യവും അവ കുറിക്കുന്നു. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ 50ാം ദിവസമാണ് പെന്തക്കുസ്ത. പെന്തക്കുസ്ത തിരുസഭയുടെ പിറന്നാളാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തിരുസഭയിൽ അന്ന് ദൃശ്യമായി. തിരുവത്താഴമുറിയിൽ പ്രാർത്ഥിച്ചിരുന്ന സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. തീ ദൈവസ്നേഹത്തിൻ്റെയും, നാവ് പ്രസംഗവരത്തെയും സൂചിപ്പിക്കുന്നു. തീനാവുകളെ കുറിക്കാനായി ഇറ്റാലിയൻ ദേവാലയങ്ങളിൽ റോസാപ്പൂവിൻ്റെ ദളങ്ങൾ തട്ടിന് പുറത്തുനിന്ന് തൂക്കിയിടുമായിരുന്നു. അന്ന് തിരുവത്താഴമുറിയിലേക്ക് വീശിയ കൊടുങ്കാറ്റിൻ്റെ ഓർമ്മയ്ക്ക് ഫ്രാൻസിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഊതുമായിരുന്നു. റഷ്യൻ ജനങ്ങൾ പെന്തക്കുസ്ത ദിവസം പച്ചിലകളും പൂക്കളും കൈകളിൽ പിടിച്ചിരുന്നു.